സംസ്ഥാനത്തെ സർക്കാർ മെഡിക്കൽ കോളേജുകൾക്ക് മുന്നിൽ കോൺഗ്രസ് പ്രതിഷേധ ധർണ നടത്തുന്നു. ഡോക്ടർ ഹാരിസ് ചെറക്കലിന്റെ വെളിപ്പെടുത്തലിന് പിന്നാലെയാണ് കോൺഗ്രസിന്റെ പ്രതിഷേധം. സംസ്ഥാനതല ഉദ്ഘാടനം കണ്ണൂർ പരിയാരം മെഡിക്കൽ കോളേജിന് മുന്നിൽ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ നിർവഹിക്കും. അതിന്റെ സൂചനകൾ നിലമ്പൂരിലടക്കം നിങ്ങൾക്ക് കണ്ടിന്യൂ വരും. അതുകൊണ്ട് കൗണ്ട് ഡൗൺ, പിണറായി സർക്കാരിന്റെ കൗണ്ട് ഡൗൺ ആരോഗ്യ മേഖലയിലൂടെ പ്രഖ്യാപിക്കുകയാണ്. ആ പ്രഖ്യാപനമാണെന്ന് കേരളത്തിലെ മുഴുവൻ ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളുടെ കോൺഗ്രസിന്റെ സമരം എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് ഈ സമരത്തിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളെയും ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്ത് ഈ മാർച്ച് ധർണ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. ജയ് കോൺഗ്രസ്. ഏറെ ബഹുമാനായ AICCയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി നമ്മുടെ നാട്ടുകാരനായ KC വേണുഗോപാൽ അവറുകൾ, ബഹുമാനായ KPCCയുടെ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് MLA അവറുകൾ ഉൾപ്പെടെ കോൺഗ്രസിന്റെ പ്രതിഷേധ ധർണ മെഡിക്കൽ കോളേജുകൾക്ക് മുന്നിൽ. മലപ്പുറത്ത് മഞ്ചേരിയിൽ നിന്ന് ജംഷീർ കൊടിഞ്ഞി. അവിടെ ആരൊക്കെയാണ് ജംഷീർ സമരത്തിൽ പങ്കെടുക്കുന്നത്? ഇന്ന് ആരോഗ്യ മേഖലയുടെ പ്രവർത്തനം ഇപ്പോഴെന്താ സ്ഥിതി? പിന്നെ ഞങ്ങൾക്ക് പറയാൻ കഴിയും, ആരോഗ്യ മേഖല മെഡിക്കൽ കോളേജ് കൊണ്ടൊന്നും മാത്രമല്ല ഞങ്ങൾ കൊണ്ടുവന്ന പദ്ധതികളൊക്കെയാണ്. കാരുണ്യ പദ്ധതി എവിടെ ആയിക്കോട്ടെ അവസ്ഥ തൊട്ട് മഞ്ചേരി വർഷത്തിന് മുന്നാണ് നമ്മൾ കൊടുക്കുന്നത്. ഞാൻ ജംഷീറിലേക്ക് വരാം. ലിജോ റോളൻസ് കൊല്ലത്തുനിന്ന്. ലിജോ, കൊല്ലത്തെ സമരം പരിപാടി തുടങ്ങിയോ? ആരൊക്കെയാണ് അവിടെ പങ്കെടുക്കുന്നത്? പിന്നെ എന്ത് ആശുപത്രിയാണോ പിണറായി വിജയൻ എന്ന് ചോദിക്കുന്നത്? കൊല്ലത്ത് വലിയ രീതിയിലുള്ള പ്രതിഷേധം, അതായത് പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് മുന്നിലാണുള്ളത്. ഈ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിനെതിരെ ഉയരുന്ന ഒരു പ്രധാനപ്പെട്ട പരാതി എന്ന് പറയുന്നത് പലപ്പോഴും ചികിത്സ ആവശ്യവുമായി ബന്ധപ്പെട്ട് ഇവിടേക്ക് വരുമ്പോൾ ഇതൊരു റഫറൻസ് ആശുപത്രിയായി പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഉയർന്നു വരുന്ന ഒരു പരാതി. കാര്യം ഇവിടെ കൃത്യമായി ചികിത്സ നൽകാതെ പലപ്പോഴും മറ്റ് സ്ഥലങ്ങളിലേക്ക് റഫർ ചെയ്ത് അയക്കുക എന്നുള്ളതാണ് പതിവുള്ളത്. അപ്പോൾ അതിനെതിരെയാണ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമുള്ളത്. നമുക്ക് കാണാം, 100 കണക്കിന് പ്രവർത്തകരാണ് പ്രതിഷേധ പ്രകടനമായിട്ട് ഇവിടേക്ക് എത്തുകയും ചെയ്തത്. വേദിയിൽ KPCC വർക്കിംഗ് പ്രസിഡന്റ് ആയിട്ടുള്ള PC വിഷ്ണുനാഥ് ഉൾപ്പെടെയുണ്ട്. നിരവധി പ്രവർത്തകരും DCC അംഗങ്ങൾ ഉൾപ്പെടെയുണ്ട്. എന്താണ് നമ്മൾ ഈ പ്രതിഷേധവുമായി DCC ഇത്തരത്തിൽ വരുന്നതിന്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത്? ഇത് മുഴുവൻ ജനവിഭാഗങ്ങളെയും ബാധിക്കുന്ന, ഏറ്റവും സാധാരണക്കാരന് ചികിത്സിക്കുവാൻ സാഹചര്യമില്ലാത്ത ഒരു സാഹചര്യം. ഒരു ഇടതുപക്ഷ സഹയാത്രികനായിട്ടുള്ള ഒരു ഡോക്ടർ തന്നെ പറഞ്ഞതാണ്, കൃത്യമായി ഒരു ഓപ്പറേഷൻ നടത്തുന്നതിന് വേണ്ടി ഒരു രോഗി ഹോസ്പിറ്റലിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ ആ രോഗിക്ക് ഓപ്പറേഷൻ ചെയ്യുവാൻ കഴിയുന്ന സാഹചര്യം. പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് റഫറൻസ് ആശുപത്രിയായി പ്രവർത്തിക്കുന്നതാണ്. സാധാരണ ജില്ലാ ആശുപത്രിയിൽ നിന്നും മെഡിക്കൽ കോളേജിലേക്കാണ് റഫർ ചെയ്യുന്നത്. സത്യത്തിൽ മെഡിക്കൽ കോളേജിൽ നിന്നും ജില്ലാ ആശുപത്രിയിലേക്ക് റഫർ ചെയ്യുന്ന ഒരു വിചിത്രമായിട്ടുള്ള കാഴ്ചയാണ് ഈ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. കാര്യം ഒരു തരത്തിലും ഒരു ജനങ്ങൾക്കും ഒരു പ്രയോജനവും ഈ മെഡിക്കൽ കോളേജ്. ലിജോ റോളൻസ് ആണ് അവിടെ നിന്നുള്ള സമര വിവരങ്ങളും പ്രതികരണങ്ങളും ലഭ്യമാക്കുന്നത്. കണ്ണൂരിൽ നിന്ന് സുനിൽ ഐസക്കുണ്ട്. സുനിൽ, കണ്ണൂരിലെ സംസ്ഥാനതല ഉദ്ഘാടനത്തിൽ പങ്കെടുക്കുന്ന ആരൊക്കെയാണ്? KC വേണുഗോപാൽ അവിടെ ഉണ്ട്, കാണുന്നു. ഒരു മരുന്നിന് വേണ്ടി ലിസ്റ്റ് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകൾക്ക് മുമ്പിൽ ഇന്ന് കോൺഗ്രസ് സംഘടിപ്പിക്കുന്ന ധർണാ സമരത്തിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം നടക്കുന്നത് കണ്ണൂർ പരിയാരത്താണ്. പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന് മുന്നിൽ അല്പസമയത്തിനുള്ളിൽ AICC ജനറൽ സെക്രട്ടറി, സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഈ പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്യും. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫും ഈ പരിപാടിയിൽ അധ്യക്ഷനായി പങ്കെടുക്കുന്നുണ്ട്. പ്രധാനപ്പെട്ട മറ്റ് നേതാക്കൾ പലരും ഈ പരിപാടിയിലുണ്ട്. അല്പസമയത്തിനുള്ളിൽ തന്നെ ഉദ്ഘാടന പരിപാടിയിലേക്ക് കടക്കും. പരിയാരത്തടക്കം സംസ്ഥാനത്തിലെ എല്ലാ മെഡിക്കൽ കോളേജുകളിലും വലിയ തോതിലുള്ള സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട്. അതുപോലെ തന്നെ ഈ ഡോക്ടർമാരില്ല, മറ്റ് മെഡിക്കൽ ഉപകരണങ്ങളില്ല. അത്തരം വലിയ ആവലാതികൾ, പരാതികൾ പല ഭാഗത്തു നിന്ന് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഡോക്ടർ ഹാരിസിന്റെ കഴിഞ്ഞ ദിവസത്തെ വെളിപ്പെടുത്തലിന് പിന്നാലെയാണ് ഈ വിഷയം വലിയ ചർച്ചയാവുകയും വലിയ പ്രതിഷേധത്തിലേക്കൊക്കെ കാര്യങ്ങൾ പോവുകയും ചെയ്യുന്നത്. അതോടുകൂടിയാണ് ഈ പ്രശ്നം കോൺഗ്രസ് ഏറ്റെടുക്കാൻ തീരുമാനിക്കുന്നത്. സംസ്ഥാന ഉദ്ഘാടനം പരിയാരം മെഡിക്കൽ കോളേജിൽ KC വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു. നടരാജ് പരശുറാം തൃശ്ശൂരിൽ നിന്ന്. നടരാജ്, തൃശ്ശൂരിലെ സമരം എങ്ങനെ പുരോഗമിക്കുന്നു?
തൃശ്ശൂരിലെ സമരം അല്പസമയം മുമ്പ് മുൻ MP TM പ്രതാപനാണ് ഉദ്ഘാടനം ചെയ്തത്. നമുക്കറിയാവുന്ന പോലെ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ നിരവധി പ്രശ്നങ്ങൾ കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഹൃദയ ശസ്ത്രക്രിയാ വിഭാഗത്തിലെ ശസ്ത്രക്രിയ നഷ്ടപ്പെട്ടാണ്, യൂറോളജിസ്റ്റുകളുടെ അഭാവം മൂലമാണ് ഇത്തരത്തിൽ ശസ്ത്രക്രിയ നടക്കാതിരിക്കുന്നത്. ഇതുൾപ്പെടെയുള്ള വിഷയങ്ങൾ കോൺഗ്രസ് ഉന്നയിക്കുന്നുണ്ട്. ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാത്ത ആരോഗ്യമന്ത്രി രാജിവെക്കണം, തുടർ നടപടികൾ സ്വീകരിക്കാൻ സർക്കാരിന് കഴിയണം തുടങ്ങിയ കാര്യങ്ങളാണ് കോൺഗ്രസ് ഉന്നയിക്കുന്നത്. വളരെയധികം അംഗങ്ങൾ പങ്കെടുത്ത വലിയൊരു മാർച്ചായാണ് കോൺഗ്രസ് പ്രവർത്തകർ തൃശൂർ മെഡിക്കൽ കോളേജ് കവാടത്തിലേക്ക് എത്തിയത്. മാർച്ച് പോലീസ് തടഞ്ഞു. ശേഷം ഇപ്പോൾ പൊതുസമ്മേളനം നടക്കുകയാണ്. കോൺഗ്രസിന്റെ ജില്ലയിലെ മുതിർന്ന നേതാക്കളായ അനിലക്കര, TM പ്രതാപൻ, ജോസ് വള്ളൂർ ഉൾപ്പെടെ എല്ലാവരും പ്രതിഷേധ പരിപാടിയുടെ ഭാഗമായി പങ്കെടുക്കുന്നുണ്ട്. ശരി, ദൃശ്യ പുതിയടത്ത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലും ദൃശ്യ കോഴിക്കോട്ടെ പ്രതിഷേധത്തിന്റെ വിവരങ്ങൾ എന്താണ്? അല്പസമയം മുൻപാണ് ഇവിടെ പ്രതിഷേധം കോഴിക്കോട് മെഡിക്കൽ കോളേജിന് മുന്നിൽ പ്രതിഷേധം തുടങ്ങിയത്. ഷാഫി പറമ്പിൽ MP ആണ് പ്രതിഷേധം ഉദ്ഘാടനം ചെയ്യുന്നത്. തിരുവനന്തപുരത്തുള്ള വിഷയവുമായി ബന്ധപ്പെട്ട് അതിന് പിന്നാലെ തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലുള്ള ദുരവസ്ഥയും പുറത്തു വന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മരുന്ന് ക്ഷാമവും മറ്റു ഉപകരണങ്ങളുടെ ക്ഷാമവും ഒക്കെ മുൻനിർത്തിക്കൊണ്ടാണ് കോൺഗ്രസ് ഒരു പ്രതിഷേധത്തിലേക്ക് പോകുന്നത്. ഇത് എത്രയും പെട്ടെന്ന് തന്നെ പരിഹരിച്ചില്ലെങ്കിൽ ഈ പ്രതിഷേധം തുടർന്ന് മുന്നോട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നതെന്നാണ് ഈ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം വരുന്നത്. എന്തായാലും കോൺഗ്രസിലെ DCC പ്രസിഡന്റും സെക്രട്ടറിയും അടക്കമുള്ളവർ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. ഒരുപാട് ആളുകൾ പരിപാടിയുടെ ഭാഗമായി ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ ദുരവസ്ഥയിൽ കോൺഗ്രസിന്റെ പ്രതിഷേധത്തിന്റെ ഭാഗമായി ഒരുപാട് ആളുകൾ ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജിന് മുന്നിലെ ഈ ഉപരോധത്തിൽ പങ്കെടുക്കുന്നുണ്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഉപകരണങ്ങളുടെ ക്ഷാമം മാത്രമല്ല, ഈ കാഷ്വാലിറ്റിയുടെ പ്രശ്നങ്ങൾ അടക്കമുള്ള വിഷയങ്ങൾ ഈ കോൺഗ്രസിന്റെ സമരത്തിന്റെ ഭാഗമായി സംസ്ഥാനത്ത് എല്ലാ മെഡിക്കൽ കോളേജുകളുടെയും മുമ്പിൽ കോൺഗ്രസിന്റെ പ്രതിഷേധം. ജംഷീർ കൊടിഞ്ഞി മഞ്ചേരിയിൽ നിന്ന്. ജംഷീർ, അവിടെയും വിപുലമായ സമരമാണോ? നിഷാദ്, തീർച്ചയായിട്ടും സംസ്ഥാനത്ത് ആരോഗ്യ മേഖലയിലുള്ള സർക്കാരിന്റെ അവഗണനയ്ക്കെതിരെ സംസ്ഥാന വ്യാപകമായി കോൺഗ്രസ് നടത്തുന്ന സമരം മലപ്പുറം ജില്ലയിൽ മഞ്ചേരി മെഡിക്കൽ കോളേജിന് മുന്നിലാണ് സമരം നടക്കുന്നത്. അല്പം മുമ്പ് പ്രതിഷേധം ആരംഭിച്ചു. MLA-യും KPCC വർക്കിംഗ് പ്രസിഡന്റുമായ AP അനിൽകുമാർ ആണ് ഇപ്പോൾ ഇവിടെ പരിപാടി പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത്. VS ജോയി, അതോടൊപ്പം തന്നെ ആര്യാടൻ ഷൗക്കത്ത് MLA VS ജോയി പങ്കെടുക്കുന്നു. ആര്യാടൻ ഷൗക്കത്ത് MLA ഉൾപ്പെടെയുള്ളവർ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. നിരവധി പ്രവർത്തകർ പ്രതിഷേധത്തിന്റെ ഭാഗമായുണ്ട്. സംസ്ഥാനത്തെ ആരോഗ്യ മേഖലയോടുള്ള സർക്കാരിന്റെ അവഗണനയ്ക്കെതിരെ സംസ്ഥാനത്തെ ആരോഗ്യ മേഖലയോട് സർക്കാരിന് അവഗണനാ സമീപനമുണ്ടെന്ന് ആരോപിച്ചുകൊണ്ട് കോൺഗ്രസ് നടത്തുന്ന പ്രതിഷേധ പരിപാടി ഇവിടെ ദൃശ്യങ്ങളാണ് കാണുന്നത്. പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം പങ്കെടുക്കുന്നു.